നമസ്കാരം. അമേരിക്കയിലെ ടെക്സാസ് പ്രവിശ്യയിൽ നിന്ന് പുറത്തുവരുന്ന ഏറ്റവും പുതിയതും ഞെട്ടിക്കുന്നതുമായ ഒരു വാർത്തയാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. അമേരിക്കൻ സൈന്യത്തിന്റെ അഭിമാനമായ AH-64E അപ്പാച്ചെ ആക്രമണ ഹെലികോപ്റ്റർ ടെക്സാസിലെ സലാഡോയിൽ തകർന്നു വീണ് 2 സൈനികർ കൊല്ലപ്പെട്ടിരിക്കുകയാണ്. ഫോർട്ട് ഹുഡ് സൈനിക താവളവുമായി ബന്ധപ്പെട്ട് നടന്ന പ്രവർത്തനങ്ങൾക്കിടയിലാണ് ഈ വലിയ ദുരന്തമുണ്ടായത്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? നമുക്ക് വിശദമായി പരിശോധിക്കാം. പ്രമുഖ അമേരിക്കൻ മിലിറ്ററി താവളമായ ഫോർട്ട് ഹുഡിന്റെ കീഴിൽ പ്രവർത്തിച്ചിരുന്നതാണ് ഈ അപ്പാച്ചെ ഹെലികോപ്റ്റർ. ടെക്സാസിലെ ബെൽ കൗണ്ടിയിലുള്ള സലാഡോയ്ക്ക് സമീപമുള്ള ഒരു തുറന്ന വയലിലേക്കാണ് ഹെലികോപ്റ്റർ തകർന്നു വീണത്. ഉച്ചയ്ക്ക് 1:30 അപകടം നടക്കുന്നത്. ഹെലികോപ്റ്റർ നിലത്തേക്ക് പതിച്ചതിനെ തുടർന്ന് ശക്തമായ സ്ഫോടനവും വലിയ തോതിലുള്ള തീയും ഉണ്ടായി. കനത്ത പുകയും കത്തിയമർന്ന അവശിഷ്ടങ്ങളും പ്രദേശത്ത് ഭീതി പരത്തി. അപകടത്തിന്റെ ആഘാതം വളരെ വലുതാണെന്നും അതുകൊണ്ട് തന്നെ 2 ക്രൂ അംഗങ്ങളും സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ടതായി ബെൽ കൗണ്ടി ഷെരീഫ് ഓഫീസും ഫോർട്ട് ഹുഡ് അധികാരികളും ഔദ്യോഗികമായി സ്ഥിരീകരിക്കുകയുണ്ടായി. എങ്കിലും ഹെലികോപ്റ്റർ ജനവാസ മേഖലയിലേക്ക് വീഴാത്തതിനാൽ മറ്റ് വലിയ ദുരന്തങ്ങൾ ഒഴിവായി. ഈ ദാരുണ സംഭവത്തിൽ ടെക്സാസ് ഗവർണർ ഗ്രെഗ് അബട്ട് ഉൾപ്പെടെയുള്ള പ്രമുഖർ അനുശോചനം രേഖപ്പെടുത്തി. സൈനികരുടെ കുടുംബാംഗങ്ങൾക്ക് ആവശ്യമായ എല്ലാ പിന്തുണയും നൽകുമെന്ന് കാൽവറി ഡിവിഷന്റെ കമാൻഡിംഗ് ജനറൽ അറിയിച്ചു. മരണപ്പെട്ട സൈനികരുടെ വിവരങ്ങൾ അടുത്ത ബന്ധുക്കളെ ഔദ്യോഗികമായി അറിയിച്ചതിനു ശേഷം മാത്രമേ പുറത്തുവിടുകയുള്ളൂ എന്ന് സൈന്യം വ്യക്തമാക്കിയിട്ടുണ്ട്. ഹെലികോപ്റ്റർ തകർന്നു വീഴാനുള്ള യഥാർത്ഥ കാരണം എന്താണെന്ന് കണ്ടെത്താൻ ഫോർട്ട് ഹുഡിന്റെ ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ഡിവിഷന്റെ നേതൃത്വത്തിലുള്ള വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും മികച്ച ആക്രമണ ഹെലികോപ്റ്ററുകളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്ന അപ്പാച്ചെ ഹെലികോപ്റ്റർ ഇത്തരത്തിൽ തകർന്നു വീണത് അമേരിക്കൻ പ്രതിരോധ വകുപ്പിനെയും ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ്. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി.